ഈ ചായ എനിക്ക് വേണ്ട, ഈ ചായയിൽ നീ വിഷം കലക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് MV രാഘവൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട നേതാവ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് മുഖത്ത് നോക്കി ചോദിച്ച ആളാണ് രാഘവൻ. ആ 39 സമയത്ത് കേരളത്തിന്റെ ഒരു 4 സംഘം ഉണ്ടായിരുന്നു കേരളത്തില്. ഈ 4 സംഘത്തിന്റെ പേര് ഒന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, രണ്ടാമത് ശേഖർ, NC ശേഖരന് അദ്ദേഹത്തിന്റെ പേരുന്ന എന്റെ ഓർമ്മ, P കൃഷ്ണപിള്ള, നാലാമത് K ദാമോദരൻ. ഈ 3 പേരുടെ അവസ്ഥ എന്താ? EMS ഒഴിച്ച് ജി സുധാകരനെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? ഗോവിന്ദൻ മാഷ് ഭാര്യയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ശൈല ടീച്ചറിനെ മാറ്റി നിർത്തണം. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ സുധാകരനെ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിയാസിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? സുധാകരനെ മാറ്റി നിർത്തണം. അമ്പലപ്പുഴയെ കൂടി ചില ലോറികൾ പോകാണ്ട് നോക്കണം, അല്ലെങ്കിൽ കാറുകൾ അതിവേഗത്തിൽ പോകാതെ നോക്കണം. സുധാകരൻ സഞ്ചരിക്കുന്ന വാഹനത്തെ ഇടിച്ച് തെറിപ്പിച്ച് നാളെ സുധാകരന്റെ ഒരു രക്തസാക്ഷിയെ കൂടി ഉണ്ടാക്കാനുള്ള പരിശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയാൽ പോലും എന്നെ സംബന്ധിച്ച് യാതൊരു അത്ഭുതവും ഇല്ല. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുക, അവരുടെ വംശനാശം വരുത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരന്റെ മാത്രം സാധിക്കുന്ന ദൗത്യമാണ്. കാരണം സുധാകരൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴ സീറ്റ് നിയാസ് ആയാലും കൊള്ളാം, അരുൺകുമാർ ആയാലും കൊള്ളാം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സീറ്റ് മറക്കാം. ഇനി മാറ്റാൻ പോകുന്ന ആൾ തോമസ് ഐസക് ആണ്. നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോ മുൻകൂട്ടി തന്നെ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണത്. തോമസ് ഐസക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമസ്കാരം സർ. നമസ്കാരം. ജി സുധാകരൻ മുൻ മന്ത്രിയും അതേപോലെ തന്നെ അമ്പലപ്പുഴയുടെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ സ്വന്തം സഖാവെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ജി സുധാകരൻ. നിലവിൽ കത്തി അല്ലെങ്കിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സുധാകരൻ പാർട്ടി വിടുമോ ഇല്ലയോ. ഇപ്പോ ഇന്ന് അദ്ദേഹം തന്നെ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള ഒരുപാട് സാധ്യത അവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ? അല്ലെങ്കിൽ എത്രയോ വർഷം CPM-ൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന, മന്ത്രിസ്ഥാനം വരെ വഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു നേതാവ് CPM-ൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു അവസ്ഥ? അതിന് കാരണം ജി സുധാകരൻ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അപമാനിക്കുന്നതിൻ്റെ ഒരു പരിധി നിശ്ചയിക്കണം. ഇതൊരു പരിധിയില്ലാതെ കണ്ട് സുധാകരനെ പോലെ ആളുകളെ ആക്ഷേപിക്കുന്നു. ചില ആളുകൾ സുജാതയ്ക്കാണ് സുധാകരൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുന്നു, വീട്ടിൽ കയറി സംസാരിക്കാൻ പോകുന്നു, ജില്ലാ സെക്രട്ടറി ടെലിഫോണിൽ വിളിക്കുന്നു, പിണറായി വിജയൻ വരുന്ന പരിപാടിക്ക് ഇയാളെ മുഖ്യാതിഥിയാക്കുന്നു. അതിനുശേഷം പിണറായി വിജയൻ തൊട്ടടുത്ത സ്ഥലത്ത് വന്നൊരു ഹെലികോപ്റ്റർ ഇറങ്ങുന്നു. എന്നിട്ട് ഇദ്ദേഹം താമസിക്കുന്ന തൊട്ടടുത്താണ്. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കുകയോ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അവഹേളനം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അത് ഇവിടെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ സ്ഥലത്തും ഇത്തരം അവഹേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്ന 1939 സമയത്താണ്. ആ 39 സമയത്ത് കേരളത്തിൻ്റെ ഒരു 4 സംഘം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഈ 4 സംഘത്തിന്റെ പേര് ഒന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, രണ്ടാമത് ശേഖർ, NC ശേഖരന് അദ്ദേഹത്തിന്റെ പേരുന്ന എന്റെ ഓർമ്മ, P കൃഷ്ണപിള്ള, നാലാമത് K ദാമോദരൻ. ഈ 3 പേരുടെ അവസ്ഥ എന്താ? EMS ഒഴിച്ച് 3 പേരുടെ അവസ്ഥ ഈ ജി സുധാകരന്റെ അവസ്ഥയാണ് അവരെ സംബന്ധിച്ചുള്ളത്. K ദാമോദരനെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് EMS അദ്ദേഹത്തെ വിളിച്ച് ഇരട്ട പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദാന്തി ദാമോദരൻ എന്ന് അദ്ദേഹത്തെ വിളിച്ച്, വേദാന്തി ദാമോദരൻ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ CPI-ലേക്ക് അദ്ദേഹത്തെ ഓടിച്ചു കളഞ്ഞു. ശേഖറിന്റെ കേസ് മറ്റൊന്നും കൂടിയുണ്ട്. ശേഖർ 1967 EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് നിവൃത്തികെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവഹേളനം സഹിക്കാൻ പറ്റാതെ കണ്ട് അദ്ദേഹം നക്സൽ പ്രസ്ഥാനത്തിൽ ചേരുന്നു. ആ നക്സൽ പ്രസ്ഥാനത്തിൽ ചേർന്ന് കുറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് CPM-ലേക്ക് വരുന്നു, അവിടെ കിടന്ന് മരിക്കുന്നു. ഇതേപോലെ തന്നെ P കൃഷ്ണപിള്ള മരിക്കുന്ന 1948-49 സമയത്തൊന്നും എൻ്റെ ഓർമ്മ. അതിനെക്കുറിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ ചോദിച്ചാൽ പറയും അദ്ദേഹം പാമ്പ് കടിയേറ്റാ മരിച്ചെന്ന് പറയും. ഈ പാമ്പ് കടി ഏറ്റു മരിച്ചതിനെ സംബന്ധിച്ച് ഞാനൊരു 3 പുസ്തകം വായിച്ചിരുന്നു അതിനെക്കുറിച്ച്. 3 പുസ്തകത്തിൽ 3 തരത്തിലാണ് പറയുന്നത്. ഈ പുസ്തകങ്ങൾ പറയുന്നത്, ഒന്ന്, അദ്ദേഹം അവിടെയുള്ള മുഹമ്മയുടെ ഒരു വീട്ടില് അവിടെ കമന്ന് കിടന്നുകൊണ്ട് പാർട്ടിയുടെ നാളെ അവതരിപ്പിക്കേണ്ട പാർട്ടി റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയായിരുന്നു അത്രേ. ആ സമയത്ത് വലത് കൈ തണ്ടയിൽ പാമ്പ് വന്നൊരു കൊത്തി, വാതിൽ പാളി ഒരു 1/4 ഭാഗം അടഞ്ഞു കിടന്നിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി പാമ്പ് തിരിച്ചുപോയി. പാമ്പിനെ ആരും പിന്നെ കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് പറയുന്നത് അദ്ദേഹം മലന്ന് കിടന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും പാമ്പ് കൊത്തി, പിന്നെ പാമ്പിനെ ആരും കണ്ടിട്ടില്ല. മൂന്നാമതൊരാൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം മുറിക്ക് പുറത്തായിരുന്നു, മുറിക്ക് പുറത്ത് അദ്ദേഹം അവിടെയും കമന്ന് കിടന്നിട്ട് എഴുതി, അദ്ദേഹത്തെ പാമ്പ് കൊത്തി. ഇതിനെക്കുറിച്ചൊരു KM ജുമാർ എന്ന് പറഞ്ഞൊരു 4ാമതൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇദ്ദേഹത്തെ കൊത്തിയ പാമ്പിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ പാമ്പിന്റെ പേരിനെ കുറിക്കുന്ന ഉത്തരം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരൻ എനിക്കൊരു SMS വാട്സപ്പ് എനിക്ക് അയച്ചിരുന്നു. ആ വാട്സപ്പ് ഞാൻ ഈ സമയത്ത് വായിക്കുന്ന വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ട്.
കാരണം ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായുള്ളൊരു കമന്റാണ് ശരിക്കത്. അദ്ദേഹത്തിന്റെ കമന്റാണ്: ഇന്റർവ്യൂ കണ്ടു, കൃഷ്ണപിള്ളയെ കൊന്ന പാമ്പിന്റെ പേര് EMS എന്നാണെന്ന് കേശവദേവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, ഈ ചരിത്രകാരൻ കേട്ടിട്ടുണ്ട്. മഴയിങ്ങും കുടയങ്ങും ചൈനാവേ എന്നീ നാടകങ്ങളും ദേവ് എഴുതി. കൊല്ലരുതനിയ കൊല്ലരുത് എന്ന കഥയും അദ്ദേഹം എഴുതിയതാണ്. ഇത് ഈ പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഒരു അവസരം വന്നാൽ പറഞ്ഞോളാം. ഈ പറയുന്ന ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പി കൃഷ്ണപിള്ള മരിച്ചതിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ KM ജുമാറിന്റെ പുസ്തകത്തിനകത്ത്, KM ജുമാർ TN ജുമാർ ഇൻഷലിയെ മറന്നുപോയി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്തും അതിനെ സംബന്ധിക്കുന്ന വളരെ ഗഹനമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃഷ്ണപിള്ളയുടെ മരണം പാമ്പ് കൊത്തിയല്ല. ഈ പാമ്പിന് നിശ്ചയമില്ല എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ നേതാക്കന്മാർ കുറെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടിയുമായിട്ട് അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ പയ്യന്നൂരില് V കുഞ്ഞികൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് ഒരു പുസ്തകം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നാണ്. ഞാൻ പുസ്തകം വായിച്ചിരുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, രക്തസാക്ഷികളുടെ പേരിൽ പോലും ഫണ്ട് കിട്ടിയിട്ട് ഇവർ അടിച്ചു മാറ്റിയാണ്. അതൊരു പാർട്ടിയാണ് ഇവര്. അല്ല, ഇപ്പോ G സുധാകരനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നല്ലോ. പാർട്ടിയുമായി അത്ര അടുത്തം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നീണ്ട 60-70 വർഷത്തോളം ഇത്രയധികം അടുത്ത് നിന്നിരുന്ന ആളെ എങ്ങനെയാണ് ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നത്? അതോടൊപ്പം ഓരോ ഈ CPM പ്രതിനിധികൾ ഇദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. MM മണി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അയാളുടെ അച്ഛനൊന്നും ആരും വിളിച്ചിട്ടൊന്നുമില്ല. അതേപോലെ മുഖ്യമന്ത്രി എനിക്ക് കാണാൻ താല്പര്യമില്ല. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു അയാളെ ആരും കളിയാക്കിയൊന്നും ചിരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെ പറയാനാണ് അവർക്ക് സാധിക്കുന്നത്? അല്ല, അതെങ്ങനെ പറയാൻ സാധിക്കുന്നതിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നുമുണ്ട് ആ വധയന്ത്രം എന്ന പുസ്തകത്തിന്റെ പേര്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്റർനാഷണൽ ലെവലിൽ കൊലപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം 10 കോടി ജനങ്ങളെയാണ് കൊന്നിരിക്കുന്നത്. 10 കോടി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കൂടുതൽ കൊന്നിരിക്കുന്നത് RSSകാരെ കോൺഗ്രസ്സുകാരെ അല്ല, കമ്മ്യൂണിസ്റ്റുകാരെയാണ് കൊന്നിരിക്കുന്നത്. എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കൊല ചെയ്യപ്പെട്ടുള്ളത്? നേരത്തെ പറഞ്ഞ പി കൃഷ്ണപിള്ളയുടെ പോലെ, അഴീക്കോടിന്റെ രാഘവനെ പോലെ. മറ്റേ MV രാഘവന്റെ ജീവിതത്തിൽ വളരെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രസകരമായ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താവുന്നതിന് തൊട്ടു മുമ്പായിട്ട് 85-ലോ 86-ലോ അദ്ദേഹത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയ്ക്ക് വിളിച്ചത് VS അച്യുതാനന്ദനാ, ആലപ്പുഴക്കാരനാ. അപ്പൊ അച്യുതാനന്ദൻ പറഞ്ഞു, ഇരിക്ക്, നമുക്ക് സംസാരിക്കാം, വിഷയങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കാം. ഇപ്പൊ നമ്മുടെ ഗണേഷ് കുമാറിനെ കോംപ്രമൈസ് ആക്കിയ മാതിരിയാണ്. അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് എല്ലാവർക്കും ചായ കൊണ്ടെന്ന്, അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ചായ കൊണ്ടെന്ന് പലരും ചായ കുടിച്ചു. രാഘവന്റെ മുമ്പിൽ കൊണ്ടുവച്ച് ചായ രാഘവൻ തൊട്ടില്ല. ആ രാഘവൻ ചായ തൊടാതിരുന്ന സമയത്ത് പിണറായി വിജയൻ എടുത്തു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് രാഘവൻ പറഞ്ഞു, ഈ ചായ എനിക്ക് വേണ്ട, ഈ ചായയിൽ നീ വിഷം കലക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് MV രാഘവൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട നേതാവ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് മുഖത്ത് നോക്കി ചോദിച്ച ആളാണ് രാഘവൻ. ആ രാഘവന്റെ മകനാണ് MV നികേഷ് കുമാർ. അയാളിപ്പോ അവിടെ അച്ഛന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും സംസ്ഥാപരാധങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ കാല് പിടിച്ച് നടക്കുന്ന ഒരാളാണ് നികേഷ് കുമാർ. ഇപ്പൊ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. അഴീക്കോടൻ രാഘവന്റെ മരണത്തെ സംബന്ധിക്കുന്ന ചർച്ചകളുണ്ട്. ആ കേസിൽ പ്രതിയായിരിക്കുന്ന മുഖ്യ ആളെന്ന് പറയുന്നത് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന AV ആര്യനാണ്, തൃശ്ശൂർക്കാരൻ. അപ്പൊ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുതുതൊന്നുമല്ല. ഞാനിപ്പോ പുന്നപ്ര സമരത്തിന്റെ ഒരു വലിയ നേതാവുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കുന്തക്കാരൻ പത്രോസ്ന. വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിവൃത്തികെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുന്നപ്ര വയലാർ സമരത്തിന്റെ കുറ്റക്കാരൻ പത്രോസ് ആണെന്ന് തീരുമാനിച്ച് അയാളെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി അയാളെ പാർട്ടിയുടെ ലോക്കൽ തലത്തിലേക്ക് അയാളെ കൊണ്ടുവന്നു. ഇപ്പൊ ഏകദേശം നമ്മുടെ സുധാകരനെ കൊണ്ടുവന്ന അതേ പരിപാടി തന്നെയാണ് കുന്തക്കാരൻ പത്രോസിനെ കൊണ്ടുവന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഇതിനു മുൻപ് ഇവരുടെ മന്ത്രിസഭയിലെ തന്നെ മന്ത്രിയായിരുന്നു. അപ്പോൾ G സുധാകരനെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ, പലരെ മാറ്റി നിർത്താൻ ഒരു സാഹചര്യം. ഇപ്പൊ മുകേഷിനെ മാറ്റി നിർത്തി, MM മണിയെ മാറ്റി നിർത്തുന്നുണ്ട്, ശൈലജ ടീച്ചറിന് സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം. എന്താ പ്രശ്നം? ശൈലജൻ എന്താ പ്രശ്നം? ശൈലജ ടീച്ചറിന്റെ മികച്ചത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിരിക്കാം. അതാണ്, ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തണം.
സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സുധാകരനെ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിയാസിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? സുധാകരനെ മാറ്റി നിർത്തണം. അമ്പലപ്പുഴയ്ക്ക് ഒരു MLA കൊണ്ടുവരണം. അത് ഇസ്ലാമിക തീവ്രവാദികളുടെ ആളായിട്ടുള്ള ആള്. അയാളാണ് ഇവിടെ തൃക്കാക്കര മണ്ഡലത്തിൽ PDPയുടെ നിയോജകമണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത്. ആ വർഷം ഞാൻ ഓർക്കുന്നില്ല, 2023 മറ്റാണ് ഒരു ബൈ ഇലക്ഷൻ വന്നു. PT തോമസ് മരിച്ചിട്ട് PT തോമസിന്റെ ഭാര്യയായിട്ടുള്ള ഉമാ തോമസ് അവിടെ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായ സമയത്ത് അന്ന് തൃക്കാക്കര മണ്ഡലത്തിന്റെ PDPയുടെ നിയോജകമണ്ഡലത്തിന്റെ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അമ്പലപ്പുഴ MLA ആണ്. എന്ന് വെച്ചാൽ അമ്പലപ്പുഴ MLAക്ക് ചില ടാർഗറ്റുകളുണ്ട്. ആ ടാർഗറ്റുകൾ PDPയുടെ ടാർഗറ്റാണ്. അത് പോപ്പുലർ ഫ്രണ്ടിന് താല്പര്യമാണ്, അത് ജമാഅത്തെ ഇസ്ലാമിന്റെ താല്പര്യമാണ്. അത് സംരക്ഷിക്കേണ്ട ചില ആളുകളെ ഈ പറയുന്ന അമ്പലപ്പുഴയിൽ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായുള്ള രീതിയിൽ സുധാകരനെ മാറ്റാതെ നിവർത്തിയില്ല. അതെന്താണ് അങ്ങനെ മാറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സുധാകരൻ ആ ഒരു തീരുമാനത്തോട് സമ്മതിക്കില്ലേ? അതുകൊണ്ടാണോ? സുധാകരൻ സമ്മതിക്കില്ല. സുധാകരൻ അഴിമതി ചെയ്യില്ല എന്നുള്ളവരും സുധാകരൻ എതിർക്കുന്ന എല്ലാവർക്കും അറിയാം. സുധാകരൻ വർഗീയതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കില്ല എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ചും അറിയാം. അങ്ങനെയുള്ള സുധാകരനെ മാറ്റേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി മാറ്റാൻ പോകുന്ന ആൾ തോമസ് ഐസക്കാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോൾ മുൻകൂട്ടി തന്നെ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണത്. തോമസ് ഐസക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പുറത്താക്കുമെന്നാണോ? പുറത്താക്കും അല്ലെങ്കിൽ പുറത്തു പോകേണ്ട സ്ഥിതി ഉണ്ടാക്കും തോമസ് ഐസക്കിന്. സമാനമായ രീതിയിലാണ് സുധാകരനെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്നത്. സുധാകരൻ എന്ന് പറയുന്ന ആൾ നമ്മൾ എത്ര രാഷ്ട്രീയ എതിർപ്പ് പറയുന്ന ആളുകളും പറയാറുണ്ട് സുധാകരൻ അഴിമതി നടത്താൻ സാധ്യതയില്ല എന്ന് പറയും. അങ്ങനെ സുധാകരനെ കുറിച്ചൊരു വിശ്വാസമുണ്ട്. സുധാകരൻ കഴിവുള്ള മന്ത്രിയാണ്. ഈ കഴിവുള്ള ആളുകളെയും അഴിമതിയില്ലാത്ത ആളുകളെയും വച്ചു പൊറിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സാധ്യമല്ല. അങ്ങനെ സാധ്യമല്ലാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായുള്ള രീതിയിൽ വേറെ വഴിയൊന്നും സുധാകരനെ സംബന്ധിച്ചില്ല. അയാൾ പാർട്ടിക്ക് പുറത്തു കൊണ്ടുവരും. ഇനി അയാൾ ആകെ സൂക്ഷിക്കേണ്ട ഒറ്റ പ്രശ്നം, അമ്പലപ്പുഴയിൽ കൂടി ചില ലോറികൾ പോകാണ്ട് നോക്കണം, അല്ലെങ്കിൽ കാറുകൾ അതിവേഗത്തിൽ പോകാതെ നോക്കണം. ആ കാറുകൾ അതിവേഗത്തിൽ പോയാൽ, ലോറികൾ അതിവേഗത്തിൽ പോയാൽ സുധാകരൻ സഞ്ചരിക്കുന്ന വാഹനത്തെ ഇടിച്ച് തെറിപ്പിച്ച് നാളെ സുധാകരന്റെ ഒരു രക്തസാക്ഷിയെ കൂടി ഉണ്ടാക്കാനുള്ള പരിശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയാൽ പോലും എന്നെ സംബന്ധിച്ച് യാതൊരു അത്ഭുതവും ഇല്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. സുധാകരന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സംശയമില്ല. അങ്ങനെ ഇവര് എല്ലാവരും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോ P. കൃഷ്ണപിള്ളയുടെ കാര്യം പറഞ്ഞു. ലെനിനെ കൊലപ്പെടുത്തിയാണ് സ്റ്റാലിൻ. എന്റെ ഡോക്യുമെന്റ് ഉണ്ട് അതിന്റെ. ലെനിനെ കൊലപ്പെടുത്തിയാണ് സ്റ്റാലിൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ നേതാക്കന്മാരും കൊലപ്പെടുത്തിയ ചെഗുവേര കൊല ചെയ്യപ്പെട്ട ആളാണ്. ചെഗുവേര മരിച്ചതല്ല. ചെഗുവേര ഇവിടെ അയാളുടെ ബൊളീവിയൻ കാടുകളില് അവിടെയുള്ള ആളുകളെ പിടിച്ചു കൊടുക്കായിരുന്നു കമ്മ്യൂണിസ്റ്റുകാര്, എന്നിട്ട് കൊന്നുകളയായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ അസമയത്ത് അപ്രതീക്ഷിതമായുള്ള സാഹചര്യത്തിൽ ജീവൻ ഒടുക്കേണ്ട സാഹചര്യം വരുന്നത് അന്യപ്രസ്ഥാനക്കാരെ കൊണ്ടല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാവും. P. കൃഷ്ണപിള്ളയ്ക്ക് ഒരു സ്മാരകം ഉണ്ടായിരുന്നു മുഹമ്മയില്. അദ്ദേഹം മരിച്ച വീടിന്റെ അടുത്ത സ്മാരകം. ആ സ്മാരകം തച്ചു തകർത്തു. ആരാ തകർത്തത്? കോൺഗ്രസ്സുകാരാണോ? അല്ലല്ലോ. BJPക്കാരാണോ? RSSകാരാണോ? പിന്നെ ആരാ തകർത്തത്? കമ്മ്യൂണിസ്റ്റുകാരാണ് തകർത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഒത്താശ ചെയ്തുകൊണ്ട് അവരാസൂത്രണം ചെയ്ത് നിലവിൽ നിന്നിരിക്കുന്ന P. കൃഷ്ണപിള്ളയുടെ സ്മാരകം മൂലം അവർ തകർത്തു കളഞ്ഞു. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണ്. അവരാരെയും കൊല്ലും, ആരെയും തകർക്കും. ഇപ്പൊ നമ്മൾ സോവിയറ്റ് റഷ്യയിലേക്ക് കുറിച്ച് വീണ്ടും വന്നാലേ അത് ഇദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, P. കേശവദേവിന്റെ പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്ന പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് പറയുന്നുണ്ട് മരിച്ച് സ്റ്റാലിന്റെ മൃതദേഹം അടക്കം ചെയ്തത് ലെനിന്റെ മൃതദേഹത്തിനടുത്താണ്. ആ മൃതദേഹം 1961 ഇയാൾ മരിച്ചിട്ട് 11 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മൃതദേഹം അവിടെ നിന്ന് തോണ്ടിയെടുത്ത് ക്രെംലിൻ പട്ടണത്തിന്റെ പുറത്തു കൊണ്ട് കളഞ്ഞു. മറ്റേ കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്തത് ക്രൂഷ്ചേവാണ് ചെയ്തത്. അന്നത്തെ റഷ്യയുടെ പ്രധാനമന്ത്രിയാണ് ക്രൂഷ്ചേവ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുക, അവരുടെ വംശനാശം വരുത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാത്രം സാധിക്കുന്ന ദൗത്യമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിക്കുന്ന വലിയ ആശങ്ക സത്യസന്ധനായ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അക്കാര്യത്തിൽ തർക്കമില്ലാത്ത G. സുധാകരനെ പോലുള്ള ആള് ഇലക്ഷൻ മത്സരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അദ്ദേഹത്തിന്റെ ജീവാവായു ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് CPMന്റെ പ്രതിനിധിയായിട്ട് വരുന്നത് നിയാസ് തന്നെയായിരിക്കും. നിയാസ് ആയിരിക്കും. പിന്നെ നിയാസിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കണത്. കാരണം ഇദ്ദേഹം ചെയ്യുന്ന വലിയ അപരാധം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയാസ് ആണ്. ഇപ്പൊ ഇടയ്ക്ക് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, AKG സെന്ററിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. VSന്റെ മകന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് എതിരെ, അല്ലെങ്കിൽ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴയെ മത്സരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു മത്സരരംഗം വരികയാണെങ്കിൽ
സുധാകരൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ CPM-ന്റെ കോട്ടയിൽ നിന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമാണല്ലോ ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോ അവിടെ സുധാകരന് തന്നെയായിരിക്കും വിജയം ഉണ്ടാകുന്നത്. ഒരു സംശയവും കരുതലില്ല. അമ്പലപ്പുഴയിൽ അരുൺകുമാറാണ് ഒന്ന് മത്സരിക്കുന്നത്. അരുൺകുമാർ മത്സരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു കാലത്ത് VS അച്യുതാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു G. സുധാകരൻ. അവിടെ നിന്നാണ് പിണറായി വിജയൻ ഇടക്കാലത്ത് തട്ടിയെടുക്കുകയും തന്റെ മന്ത്രിസഭയിലേക്ക് അംഗമാക്കുകയും ചെയ്ത ആളാണ് G. സുധാകരൻ. ആ സുധാകരനെതിരായിട്ട് അരുൺകുമാർ അവിടെ ഒന്ന് മത്സരിക്കാൻ യാതൊരു സാധ്യതയില്ല. അഥവാ മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടുന്നുള്ള കാര്യത്തിലും എന്നെ സംബന്ധിച്ച് സംശയമില്ല. സുധാകരന് തന്നെയാണ് സുധാകരൻ തന്നെയാണ് ചാൻസ്. അല്ലെങ്കിൽ സുധാകരൻ നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് ജയിക്കാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അമ്പലപ്പുഴ സീറ്റ് അവർക്ക് മറന്നാൽ മതി ഇനിയിപ്പോൾ. കാരണം സുധാകരൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴ സീറ്റ് നിയാസ് ആയാലും കൊള്ളാം, അരുൺകുമാർ ആയാലും കൊള്ളാം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സീറ്റ് മറക്കാം. അല്ല, ഇതിപ്പോ സാർ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പോ ഇദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റുക അല്ലെങ്കിൽ അവിടെ മറ്റൊരാളെ കൊണ്ടുവരിക, ഇദ്ദേഹം അവിടെ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് വരുന്നത് കൊണ്ട് ഈ അഴിമതിരഹിത അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ ആർക്കാണ് ഇത്ര ആവശ്യം എന്ന് പറയുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന ആരാണ് ഇത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാന്റെ പിന്നിൽ? തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ പങ്കുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രാവശ്യം ആദ്യമായിട്ട് മത്സരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് അയാൾ എങ്ങനെയാ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയായത്? 1ാമത്തെ പ്രാവശ്യമാണ്. അയാൾ ആദ്യമായിട്ട് ബേപ്പൂരിൽ നിന്ന് ഇലക്ഷൻ മത്സരിക്കുന്നു, അയാൾ ജയിക്കുന്നു, അയാൾ മന്ത്രിയാവുന്നു. അങ്ങനെയാണ് ആക്കുന്നത്. അപ്പൊ ഈ മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന അമ്മായി അച്ഛന്റെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം, അതിന്റെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് G. സുധാകരനാണ്. അങ്ങനെ സുധാകരൻ മന്ത്രിയെ. അതുകൊണ്ടാണ് ഇപ്പൊ സുധാകരൻ തന്നെ മറ്റൊന്ന് പറഞ്ഞ് ഈ ഹൈവേയുടെ വികസനത്തിൽ കേരള ഗവൺമെന്റ് എന്താ പങ്കുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങളോട് ചോദിച്ച ആള് G. സുധാകരനാണ്. സുധാകരൻ പറഞ്ഞു മുഹമ്മദ് റിയാസിന് പങ്കില്ല, പൊതുമരാമത്ത് വകുപ്പിന് പങ്കില്ല, ഒരു പങ്കുമില്ല എന്നുള്ളവര് 2021 മന്ത്രിസഭയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളവരും വളരെ വസ്തുനിഷ്ഠമായിട്ട് തെളിയിച്ച് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളവരും പൊതുസമൂഹത്തെ അറിയിക്കുന്നത് G. സുധാകരനാണെന്നുള്ളവരും നമ്മൾ ഓർക്കേണ്ടതാണ്.